അല്ല നിങ്ങളുടെ സ്ഥലം നിങ്ങൾ നീ നേരത്തെ തന്നെ പോലെ മക്കളവിടെ മോനെ എന്താ പോരൂടെ നിങ്ങൾ സ്കൂളിൽ പോയില്ലടാ? എന്തെങ്കിലും പ്രശ്നം? എന്തെന്ത് പറ്റി? ഞങ്ങൾ മുട്ടായി ഒരു കാക്ക തന്നിട്ട് ഞങ്ങൾ കഴിച്ചപ്പോ തലകറക്കം. മുട്ടായി എങ്ങനെ കാക്ക നിങ്ങൾക്ക് തന്നത്? പൊതിയിലാ? എടാ മക്കളെ ഒന്ന് വന്നേ, ഈ കുട്ടികൾക്ക് എന്തോ പറ്റിയില്ലടാ, ഒന്ന് വന്നേ. എടാ രണ്ട് കുട്ടികൾക്ക് എന്തോ സംഭവിച്ചില്ലടാ. ഇവര് ബൈക്കുമേല് ഏതോ അറിയാത്ത ബൈക്കുമേല് ലിഫ്റ്റ് വാങ്ങിയാണ്ട് അയാൾ മുട്ടായി കൊടുത്തിക്കണ്. ഇത് കണ്ടാ തീരെ എന്തോ തലകർക്കൊക്കെ ഉണ്ടെന്ന് പറയണതാ. എന്ത് മുട്ട മോനെ ഒന്ന് നീച്ച മോനെ. ഏതാ മോനെ എന്താ കഴിച്ചത്? ഏത് മുട്ടായി നിങ്ങൾക്ക് തന്നത്? എടുത്തേ ഇതാണ് ഇത് മറ്റേ മുട്ടായിടാ. എടാ ഈ ചെക്കന്മാര് മൊത്തം തന്നെയാണ് പ്രശ്നേ. മക്കളെ നിങ്ങൾ ചെയ്തത് ഇനി മേലാൽ ചെയ്യരുത്. ഈ അറിയാത്ത വണ്ടിക്ക് ലിഫ്റ്റ് ചോദിക്കരുത്. ഏതെങ്കിലും വണ്ടികൾ മുന്നോട്ട് പോകണ്ടിച്ചിട്ട് നിങ്ങൾ കൈയാട്ടി നിർത്തരുത്, മനസ്സിലായാ? കയറരുത്. അപരിചിതരെ വണ്ടിയിൽ ഒരിക്കലും കയറാൻ പാടില്ല. മക്കൾക്ക് അറിയില്ല. ഇതുപോലുള്ള ആളുകൾ ഒരുപാടുണ്ട് നമ്മുടെ നാട്ടില്. ഇതുപോലെ മക്കളെ ഇതാക്കുന്ന ആളുകളാണ്. ശ്രദ്ധിക്കണം നമ്മള്. ലഹരി, അതാണ് അതിന്റെ അർത്ഥം. ഇതൊക്കെ എന്തെങ്കിലും കലർത്തി നാളെ വരുന്നതിന്റെ അടിമകളാവില്ലേ മക്കളെ. ഈ അപരിചിതരെ ബൈക്കില് കയറി ഒരിക്കലും പോകരുത്. അവരെന്തെങ്കിലും കഴിക്കാൻ തന്നാ ഒരിക്കലും കഴിക്കരുത്. വീട്ടിൽ നമ്പറൊക്കെ ഇല്ലേ? ഇത് നമ്മുടെ വീട്ടിലുള്ള മക്കളോടൊക്കെ നമുക്ക് പറയാനുള്ളത്, എല്ലാ മക്കളോടും രക്ഷിതാക്കളും ശ്രദ്ധിക്കുക. ഇതുപോലെ അവസ്ഥ നമ്മുടെ നാട്ടിലുണ്ട്. മക്കള് ഇതുപോലുള്ള ബൈക്കുകളൊക്കെ കൈകാട്ടി അറിയാത്ത അപരിചിതരുടെ കൂടെ കയറി പോകണം. അവരെന്ത് കൊടുക്കുന്നോ ഒന്നും നമുക്ക് വ്യക്തമായിട്ട് അറിയില്ല. ശ്രദ്ധിക്കുക. ഇവര് ലഹരിന്റെ അടിമകളായി മാറും തീർച്ചയായിട്ടും. അതാണ് ഉണ്ടാവുന്നത്.